ഹലോ. ഹലോ. എടോ, എന്തോ? അനക്കെന്താടോ സംസാരിക്കാൻ ഒരു വയ്യായ്മ? എനിക്കങ്ങനൊന്നുമില്ലല്ലോ. പിന്നെന്താടോ വിളിച്ചിട്ട് ഒരുമാതിരിയൊക്കെ സംസാരിക്കണേ? ബോറടിക്കുന്നുണ്ടോ എന്നോട് സംസാരിക്കുമ്പോൾ? എനിക്കങ്ങനൊന്നും ബോറടിക്കാറില്ല. അല്ല, ഇപ്പോൾ ഒരു വേണ്ടാത്തൊരു സംസാരം. നിങ്ങൾക്ക് തോന്നിയതായിരിക്കും. തോന്നിയതൊന്നുമല്ല, ശരിക്കും പിന്നെ ശരിക്കും. ചിലപ്പോ നിങ്ങൾ എന്നെ പറ്റിച്ചതുകൊണ്ടിരിക്കും. ഞാൻ എന്നെ എപ്പോഴാടോ പറ്റിച്ചത്? വരാന്ന് പറഞ്ഞിട്ട് കുറെ നാളായില്ലേ. അത് പറ്റിപ്പല്ലല്ലോ, അതെൻ്റെ സാഹചര്യമല്ലേ വാവേ. എന്തായാലും ഈ ഒരു കാര്യമല്ലേ ചൂടെ, അനക്കും കൂടി വേണ്ടിയിട്ടല്ലേ ഞാനിവിടെ നിൽക്കണത്. അതെല്ലാരും പറയണ്ടല്ലോ. അല്ലടോ, അനക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ അതെല്ലാം ചെയ്തു തരുന്നില്ലേ? പിന്നെ എന്താടോ, അനക്ക് എന്തെങ്കിലും കുറവ് വരുത്തിയിട്ടുണ്ടോ ഇന്ന് വരെ? ഒരു കുറവും വരുത്തിയിട്ടില്ല. പക്ഷെ നിങ്ങളിൻ്റെ അടുത്തില്ല, അത് വലിയൊരു കുറവാണ്. ആ കുറവ് നമുക്ക് പുതുക്കിയാലും നികത്താമല്ലോ. അതൊക്കെ നമുക്ക് നികത്താൻ പറ്റുന്ന കുറവുകളല്ലേ. പിന്നെ ഇങ്ങനെ പോയത് നന്നായി നികത്തും. എന്താടോ എന്നൊരു വിശ്വാസമില്ലാത്ത? എത്ര നാളായി പോയിട്ട് പിന്നെ എങ്ങനെ വിശ്വാസം വരും? ഈ ഇപ്പം മനസ്സിലെന്താ ചിന്തിക്കുന്നത് ഞാൻ പറയട്ടെ. പറയും. ഈ ചെക്കനെ കെട്ടണ്ടേ ഇല്ലായിരുന്നു അല്ലേ? അങ്ങനെയൊന്നുമില്ല. പിന്നെ എന്നെ കൊണ്ടുപോകണ്ടല്ലേ? കൊണ്ടുപോകാത്തൊന്നും അല്ലല്ലോ, അതും അറിയാമല്ലോ കാര്യങ്ങൾ, നമ്മുടെ സാഹചര്യങ്ങൾ എന്നൊക്കറിയാം. എല്ലാം അറിയാമല്ലോ. പിന്നെന്തിനാ എൻ്റെ പൊന്നാര മോൾ ഇതൊക്കെ പറഞ്ഞിട്ട് വിഷമിക്കണം? എന്നാലും ചെറിയൊരു വിഷമിക്കാനുള്ള സമയമൊന്നും അല്ലല്ലോ, ഇപ്പം സന്തോഷിക്കാനുള്ള സമയമല്ലേ. പിന്നെ എനിക്കെല്ലാം ഉണ്ട്, എല്ലാവരും ഉണ്ട് എന്നൊരു സമാധാനമില്ലേ? എല്ലാരും ഉണ്ട്. എനിക്ക് ആവശ്യമുള്ള ഒരാൾ മാത്രമേ ഇല്ല. അതാരാടോ? നിങ്ങള്. ഞാൻ മാത്രമേ ഉള്ളൂ? ശരിക്കും അത് കേൾക്കാൻ വേണ്ടി പറഞ്ഞതാ. ആര്? ഞാൻ. അല്ല മോളെ, പോയി. ഈ എപ്പോഴെങ്കിലും മനസ്സിൽ ചിന്തിച്ചിട്ടുണ്ടോ എന്ത്? എന്നെ കിട്ടിയത് ഒരു ബുദ്ധിമോശമായി പോയിന്ന് എനിക്ക്? അങ്ങനെ ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല. പിന്നെ എന്താ ചിന്തിക്കാറുള്ളതും? അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. കല്യാണം കഴിഞ്ഞിട്ട് എങ്ങും പോകാനും പറ്റിയില്ല, ഒന്നിനും സമയം കിട്ടിയില്ലല്ലേ? ശരിക്കും പോലൊന്ന് കാണാൻ പോലും പറ്റിയിട്ടില്ല. അല്ലാതെ ഒരുപാട് തവണ കണ്ടിട്ടുണ്ടല്ലോ, പിന്നെന്താ? പിന്നെ അല്ലാതെ എത്ര തവണയാടോ തന്നെ വന്ന് കണ്ടത്, കാണാൻ വേണ്ടി കാത്തിരുന്നത്? അതൊക്കെ അപ്പണ്ടാവില്ല, ഇപ്പോഴും നീ ഉണ്ടാവില്ല. അത് പിന്നെ ഒരു സാധനം സ്വന്തമായെന്ന് അറിഞ്ഞാൽ പിന്നെ എപ്പോഴും നോക്കേണ്ട ആവശ്യം ഉണ്ടാവുമോ? അതെപ്പോഴും അവിടെ ഉണ്ടാവുമെന്നൊരു നമുക്ക് മനസ്സിനകത്തൊരു ഇതുണ്ടല്ലോ, ഒരു വിശ്വാസം. പിന്നെ നമ്മൾ എന്തിനാ പേടിക്കണേ? നമ്മളെ കയ്യിൽ നിന്ന് പോകില്ല എന്ന് ഉറപ്പല്ലേ? ഉറപ്പൊക്കെ തന്നെ, എന്നാലും കാണാൻ വരണ്ടേ? ഇടയ്ക്കൊക്കെ വരാമെന്ന് പറഞ്ഞില്ലേ? ആയിക്കോട്ടെ. എന്താടോ എനിക്ക് എന്താ ഭയങ്കര സങ്കടം? എന്നോട് ഇന്നലെ സംസാരിച്ചപ്പോൾ ഭയങ്കര സങ്കടമായിരുന്നു. എന്തെറ്റി? സങ്കടമൊന്നുമില്ല, അത് തോന്നുന്നതാ. ഇടയ്ക്കിടയ്ക്ക് ഞാൻ എന്താ പറയണതെന്ന് ഈ കേൾക്കണില്ല, ഈ അനങ്ങാതിങ്ങനെ ഇരിക്കും. അപ്പോൾ എനിക്കും ടെൻഷനാവുകയെ. ഇനി അങ്ങനെ ഇരിക്കല്ലേ കേട്ടോ? ഉറപ്പാ? ഉറപ്പ്. എൻ്റെ സുന്ദരി കുട്ടിയാ.